അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നോമ്പിൻ്റെ തലേ ദിവസം എടുത്ത വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പോൾ 3-ാം തീയതി നമ്മളിത് കൊറിയർ ചെയ്ത് കഴിഞ്ഞതാണ്. ഒരുപാട് പേർക്ക് ഇത് വീണ്ടും കാണണമെന്നുള്ള ആഗ്രഹം പറഞ്ഞതുകൊണ്ട് നമ്മളിത് അതായത് നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ സാധാരണ നമ്മൾ കുറച്ച് ഭാഗങ്ങളൊക്കെയല്ലേ കാണിക്കുന്നുണ്ട്, ഫുള്ളാണ്. അപ്പോൾ വേണ്ടവർ കാണുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ അടുത്ത കൂട്ടിനുള്ള സംഭവങ്ങളൊക്കെ ചാക്കിൽ നിന്ന് കുറേശ്ശെ ഇങ്ങോട്ട് എടുത്ത് വെക്കുകയാണ്. ഉണ്ടോ ആ മുക്കുരം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എടുത്തുകൊണ്ട് ബാക്കി വണ്ടിക്കകത്തുനിന്ന് എടുക്കാൻ പോയേക്കുന്നു. അപ്പോൾ കുറേശ്ശെ ഇങ്ങോട്ട്. ഇത് പാൽക്കായവാ, ഇതിനെല്ലാം കണക്കുണ്ട്. ഇത്ര സാധനങ്ങളെന്നുള്ള കണക്കുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ പൊതികളൊക്കെ ഇങ്ങോട്ടൊന്ന് എടുത്ത് വെച്ചു. ഇനി ബാക്കി സാധനമൊക്കെ എടുക്കാൻ വണ്ടിയിലിരുന്ന് എടുക്കാനായിട്ട് ആൾ പോയിട്ടുണ്ട്. ഞാനിത് ഇത്രയും ഇവിടെ നിന്ന് നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ് കേട്ടോ. നമ്മുടെ മരുന്ന് കൂട്ടിൻ്റെ പൊതികളാണ്. കണ്ടോ, നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ സാധാരണ ഞാൻ ഒന്നുകിൽ നമ്മൾ ലേഹി എടുക്കുന്ന കുറച്ച് ഭാഗം മാത്രമാണ് ചില വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒന്ന് പാക്കിങ് വേറെ, ഇത് മരുന്നൊക്കെ ഉണക്കുന്നത് വേറെ, അങ്ങനെ പല ഘട്ടങ്ങളായിട്ടേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇത് ഫുള്ള്, അതായത് നമ്മൾ മരുന്ന് വാങ്ങിക്കുമ്പോൾ മുതൽ ലേഹ്യ കൂട്ടായിട്ട് മാറുന്നത് വരെയുള്ളൊരു ഫുൾ വീഡിയോ ആണ്. അതുകൊണ്ട് നല്ല ലെങ്തിയാണ്. ഇത് ഇഷ്ടപ്പെടുന്നവർ കാണുക, അല്ലാത്തവരൊന്ന് സ്കിപ്പ് ചെയ്തോളുക കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഐശ്വര്യമായിട്ട് തുടങ്ങുകയാണ്. അപ്പം നമ്മൾ മരുന്നുകൾ ഓരോന്നും പൊതി അഴിച്ചിട്ടിട്ട് എല്ലാം പാറ്റിപ്പെറുക്കി വൃത്തിയാക്കി എടുക്കാൻ പോവാണ്. പൊതി അഴിക്കുമ്പോൾ തന്നെ, എന്തിന് സാധനം വാങ്ങിക്കൊണ്ട് വരുമ്പോൾ തന്നെ എന്ത് മണമാണെന്ന് പറഞ്ഞോ, ഈ വയമ്പിൻ്റെയും അതുപോലെ തന്നെ കച്ചോലത്തിൻ്റെയൊക്കെ മണം. അത് ഈ അങ്ങാടി മരുന്നുകളുടെ പ്രത്യേകിച്ച് നല്ലൊരു മണമല്ലേ. ഇതാണ് ഇരട്ടി മധുരം എന്ന് പറയുന്നത്. ഇതിൽ ഓരോ മരുന്നുകൾക്കും ഓരോ പ്രത്യേകതയുണ്ട്, ഒരുപാട് രോഗങ്ങളെ ശമിപ്പിക്കാനുള്ള കഴിവ്. ഇതാണ് നാഗപ്പൂവ്. നാഗപ്പൂവ് എന്ന് പറയുമ്പോൾ ശ്രീലങ്കയുടെ ദേശീയ വൃക്ഷമാണ്. സിലോൺ ഇരുമ്പുമരം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. നമ്മുടെ മലയാളത്തിൽ പറയുമ്പോൾ ഇതിന് നാഗചെമ്പകം, നങ്ക്, ഇരുള്, നാഗപ്പൂവ്, വയനാവ്, ചുരുളി എന്നൊക്കെ ഒത്തിരി പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ. ഇത് നാഗപ്പൂ അരച്ചിട്ട് നമ്മൾ വേപ്പെണ്ണയെ കാച്ചി പുരട്ടിയാൽ വാതനീരും വേദനയും ശമിക്കുമെന്ന് എൻ്റെ വല്യാപ്പച്ച പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടേ. നാഗപ്പൂവ് തേനിൽ കഴിച്ചാൽ രക്താർശസും അതുപോലെ തന്നെ രക്താതിസാരവും ഒക്കെ മാറുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് നാഗപ്പൂവ് ഞാനൊന്ന് കാട്ടിത്തരാം. നാഗപ്പൂവ് മരം കണ്ടിട്ടില്ലാത്തവരിതാ, ഇതാണ് നാഗപ്പൂവ് പൂത്ത് നിൽക്കുന്നത്. ആ ചാക്കിഞ്ഞതാ, അപ്പുറത്ത് നമ്മുടെ പാറ്റി ഇടാനുള്ള ചാക്കിഞ്ഞതാ. പണ്ട് ഞാനൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് വീട്ടിൽ ഈ ലേഹ്യം എപ്പോഴും എടുക്കുമല്ലോ. അന്നേരം ഇങ്ങനെ പൊതികളെല്ലാം അഴിച്ചിട്ടിട്ട് ഇവർ പെണ്ണുങ്ങളൊക്കെ ഇത് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് കൊതിയാണ് ഇതിലൊക്കെ ഒന്ന് തൊടാനും ഇളക്കാനും ഒക്കെ. കൊച്ചുങ്ങളല്ലേ, ഓടിച്ചു വിടും. ഇത് ജാതിക്കായും ജാതിപത്രിയൊക്കെയാണ്. 2 കളറിലെ ജാതിപത്രി ഉണ്ട്, അതിൽ മഞ്ഞയുണ്ട് ചുവപ്പും ഉണ്ട്. അപ്പോൾ നമുക്ക് കൊതിയാണ് ഇതിലൊക്കെ ഒന്ന് ഇളക്കാനും പിടിക്കാനും. കുഞ്ഞുങ്ങളല്ലേ, സമ്മതിക്കത്തില്ല. എൻ്റെ വല്യാപ്പിച്ചോ 7 അയലത്ത് പിള്ളേരെ അടുപ്പിക്കത്തില്ല, ഓടിച്ചു വിടും നമ്മളെ. ഇപ്പം അതും കൂടെ തീർത്ത് ഇത് ചിറ്റരത്തയാണ് കേട്ടോ, ചിറ്റരത്ത. അപ്പോൾ അതും കൂടെ തീർത്ത് ഞാനിപ്പോൾ അങ്ങ് അറുമാതിക്ക് ഇതിലിട്ട് ഇളക്കലും പാറ്റലും ഒക്കെ. നമ്മൾ പച്ചക്കറികളൊക്കെ കൊണ്ടുവന്നേച്ച് തിരിയത്തില്ലേ, വെണ്ടയ്ക്ക, പയറ്, പച്ചമുളക്, ഇതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്നൊക്കെ ഇതിങ്ങനെ ആഗ്രഹിക്കുകയോ, എനിക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് തിരിഞ്ഞു പെറുക്കാൻ ഇവർ സമ്മതിക്കുന്നില്ലല്ലോ എന്ന്. ഇപ്പം അതിനും കൂടെ ഞാൻ അങ്ങ് ശരിക്കും വിനിയോഗിക്കുക. 2 പൊതി മരുന്നങ്ങോട്ട് ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ അകത്തൊന്ന് ചുക്ക് തന്നെ ഞാൻ കുറേ തിരിഞ്ഞു പെറുക്കി വെക്കും. അതുപോലെ ഭയങ്കര രസമാണ്. നമ്മുടെ ജാതിക്ക, മായാക്ക്, കച്ചോലം, അങ്ങനെ ഓരോ സാധനങ്ങളും തിരിഞ്ഞു മാറ്റി വയ്ക്കുന്ന ഒരു രസമാണ്. ചുക്ക്, മുളക്, തിപ്പലി, അതുപോലെ തന്നെ കച്ചോലം, വയമ്പ്, ജാതിക്ക, ജാതിപത്രി, വെളുത്തുള്ളി, പാൽക്കായം, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വയറിനെയാണ് ആദ്യം ഇത് ശുദ്ധമാക്കുന്നത്. നമ്മുടെ വയറ്റിലുള്ള ഗ്യാസ് കംപ്ലീറ്റ് ഏമ്പക്കവും കീമ്പക്കവും ആയിട്ടെല്ലാം പുറന്തള്ളി ദഹനം നന്നായി നടന്ന് നമ്മുടെ, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വയറാണ് എല്ലാ രോഗങ്ങളുടെയും മൂല കാരണം. അപ്പോൾ വയറ് ശുദ്ധമായ നമ്മുടെ ശരീരം മൊത്തത്തിൽ ശുദ്ധമാകും, ആരോഗ്യത്തോടു കൂടി നമുക്ക് നടക്കാം. അതാണ് ഇതിനകത്ത് മെയിനായിട്ട് ചേർക്കുന്ന മരുന്നുകളുടെ ഒരു കൂട്ടാണ്. 100-ലധികം മരുന്നുകളുടെ ഒരു കൂട്ടാണ്. ഇരട്ടി മധുരം എന്താണെന്ന് അറിയാത്തവരാരും കാണത്തില്ല. ഇതാണ് ഇരട്ടി മധുരം എന്ന് പറയുന്നത്. അത് ചുമയും ജലദോഷവും തൊണ്ടവേദനയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇത് വേറെ ഒന്നും ചേർക്കാതെ ഇത് മാത്രമായിട്ടും കഴിക്കുക. അതല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കഷ്ണം ചതച്ചിട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇരട്ടി മധുരം സൗന്ദര്യ സംരക്ഷണത്തിൽ നല്ല ഒരു പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പൊടി എടുത്തിട്ട് കേക്ക് പാക്കൊക്കെ ആയിട്ടിടാം. അതായത് അത് ചിറ്റരത്തയാണ് കേട്ടോ. അരത്തയും ചിറ്റരത്തയുണ്ട്. അരത്ത ഞാൻ ഇതിൻ്റെ അകത്ത് തപ്പിയെടുക്കണം ഇനി. അപ്പോൾ നമ്മൾ ഓരോ മരുന്നുകളും ഇങ്ങനെ
എല്ലാം പാറ്റി പെറുക്കി വൃത്തിയാക്കി വെയിലത്തിട്ടൊന്ന് ഉണക്കി എല്ലാം റെഡിയാക്കി എടുത്തിട്ടാണ് ഇത് ചെയ്യുന്ന. എല്ലാം ഇനി ഇരിക്കുകയാണ്, കുറച്ചേ നമ്മളൊന്ന് പാറ്റി എടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങളോട് ഞാൻ സംസാരിക്കുകയും ചെയ്യുകയാണ്, ജോലിയും നടക്കുന്നുണ്ട്. ആ ഒരു പൊതി മരുന്നിൻ്റെ അകത്തുനിന്ന് ഞാൻ മഞ്ഞളല്ല ഒന്ന് തിരിയുകയാണ്. അതോ നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞളിനേക്കായി നല്ല ക്വാളിറ്റിയുള്ള മഞ്ഞളാണ് നമ്മുടെ അങ്ങാടി മരുന്ന് കടയിൽ നിന്ന് കിട്ടുന്ന മഞ്ഞൾ. അതെല്ലാം ഒന്ന് തിരിഞ്ഞു മാറ്റി. ഇനി ഇതാണ് കച്ചോലം. ഇഞ്ചിയുടെ വർഗ്ഗത്തിൽപ്പെട്ടതാണ് ഈ കച്ചോലം എന്ന് പറയുന്നത്. കച്ചോലത്തിൻ്റെ മണമുള്ള ഇഞ്ചിയുണ്ട് കേട്ടോ, അതിന് പറയുന്നത് മണലിഞ്ചി എന്നാണ്. അപ്പം നമ്മുടെ ഈ കച്ചോലം നമുക്ക് കുഞ്ഞു മക്കൾക്കുണ്ടാകുന്ന വയറുവേദന, പനി, അതുപോലെ തന്നെ ദഹനമില്ലായ്മയൊക്കെ ഉണ്ടല്ലോ, അതിനെല്ലാം ഒന്നാം തരമാണ്. അതുപോലെ ചവനപ്രാശം, മഹാരാസ്നാദി കഷായം, അഗസ്ത്യ രസായനം, ഇതിലെല്ലാം പ്രധാന ചേരുവയും നമ്മുടെ ഈ കച്ചോലമാണ്. നല്ല മണമാണ്. ഇവിടെ ഞാൻ നട്ട് വളർത്തുന്നുണ്ട്. ഒരു ബക്കറ്റിൻ്റെ അകത്ത് കുറച്ച് മണ്ണൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരിടത്തുനിന്ന് എനിക്കൊരു ഇതിൻ്റെ കിഴങ്ങ് കിട്ടിയായിരുന്നു. അങ്ങനെ ഞാനതിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഛർദിലിന് നല്ലതാണ് ഈ കച്ചോലം. അതുപോലെ തന്നെ വേദന സംഹാരിയാണ്. കഫം, വാതം ഇതൊക്കെ ശമിപ്പിക്കുകയും ചെയ്യും. അതുപോലെ 100 ഗ്രാം കച്ചോലം ആമസോണിൽ 145 രൂപയാണ്. അപ്പോൾ 1450 രൂപയാണ് 1 കിലോ കച്ചോലത്തിൻ്റെ വില ആമസോണിൽ. കുട്ടികൾക്കുണ്ടാകുന്ന വിരശല്യം ഉണ്ടല്ലോ, അതിനും വയറുവേദനയ്ക്കൊക്കെ ഇതിൻ്റെ 1 സ്പൂൺ കച്ചോലം പൊടിയും നാരങ്ങാനീരും കൂടെ ഇഞ്ചിനീരും ചേർത്ത് കൊടുത്താൽ വയറുവേദന പെട്ടെന്ന് ശമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വലിയവർക്കും നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ ഈ മരുന്നിൻ്റെ അകത്ത് ഇതൊക്കെ പ്രധാന ചേരുവകളായിട്ട് ചേർക്കുന്നത്. നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ രക്ഷ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പിന്നീട് ആരും തന്നെ നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാറില്ല. കാരണം നമ്മൾ ഭർത്താവ്, മക്കൾ, നമ്മുടെ കുടുംബം അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ നമ്മൾ ഒരു 10-40 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം തന്നെ ഒരു 30 വയസ്സിനും താഴോട്ടുള്ള ഒരുപാട് പെൺപിള്ളേർ വിളിച്ച് പറയുന്നുണ്ട് അവരുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുർവേദ മരുന്നുകളെന്ന് പറയുമ്പം നമ്മളെ ഉള്ള രോഗങ്ങളിൽ ശമനമാക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഇത് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് മറ്റുള്ള രോഗങ്ങൾ ഉണ്ടാകാതെ തടയുകയും ചെയ്യും. അതാണ് ഈ ആയുർവേദ മരുന്നുകളുടെ ഒരു പ്രത്യേകത. ഇതൊക്കെ ആധികാരികമായി പറയാൻ ഞാനൊരു ഡോക്ടറൊന്നുമല്ല, പക്ഷേ ഞാൻ കണ്ണു തുറന്ന കാലം മുതൽ ഇത് ഉണ്ടാക്കുകയും വീട്ടിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുകയും ഇന്നും ഞാനിതൊക്കെ കഴിച്ചിട്ടാണ് നല്ല ആരോഗ്യത്തോടു കൂടി നടക്കുന്നത്. എൻ്റെ മുൻ തലമുറകളെല്ലാം അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ളത് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഈ മരുന്നുകൂട്ടെന്ന് പറയുമ്പോൾ ഇത് സ്ത്രീകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതൊന്നുമല്ല. ആണുങ്ങൾക്കില്ലേ ശരീരവേദനയും നടുവേദനയും പെടലിക്കും കൈത്തോളിനും നട്ടലിനും ഒക്കെയുള്ള വേദനകൾ, സന്ധികൾ തോറുമുള്ള നീർവീഴ്ചകൾ, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, ദഹന പ്രശ്നങ്ങൾ, ഇതെല്ലാം മാറാൻ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വയസ്സ് ചെന്നവർ വരെയും എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. കാരണം കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞത് നമ്മൾ ഇതിൽ നിന്നുള്ള 16 മുതൽ 18 കൂട്ടം മരുന്നെടുത്തിട്ടാണ് ഒരമരുന്നായിട്ട് ഉരച്ച് പ്രസവിച്ച് 28 ദിവസം പ്രായമായ കുഞ്ഞുങ്ങൾ മുതൽ ടീനേജ് പ്രായത്തിലുള്ള പിള്ളേർക്ക് വരെ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് പോലും ഇത് കൊടുക്കാൻ പറ്റുന്നതാണ്. വാതസംബന്ധമായ അസുഖങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടല്ലോ, സന്ധികൾ തോറുമുള്ള നീർവീഴ്ചകളും വേദനകളും, അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, ദഹന പ്രശ്നങ്ങൾ, ആദ്യമായിട്ട് മെൻസസ് ആകുന്ന കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ പ്രസവിച്ച് കിടക്കുന്നവർ, അബോർഷനായവർ, അതുപോലെ യൂട്രസ് റിമൂവ് ചെയ്തവർ, പിന്നെ അങ്ങനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രസവരക്ഷ എന്താണെന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന, പ്രായഭേദമന്യേ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്ന് കൂട്ടാണിത്. ഇത് പിന്നെ 64 കൂട്ടം അങ്ങാടി മരുന്നുകൾ കൂടാതെ 10-40 പരം വെട്ടുമരുന്നുകൾ, ശതാവേലിക്കിഴങ്ങ്, കോലരക്ക് തിളപ്പിച്ച വെള്ളം, പാൽക്കായം, വെളുത്തുള്ളി, ജാതിക്ക, ജാതിപത്രി എന്ന് വേണ്ട 100-ലധികം മരുന്നുകളുടെ ഒരു കൂട്ടാണ് ഇത്. നമ്മൾ ശർക്കര വെള്ളത്തിൽ കലക്കിയല്ല ഉണ്ടാക്കുന്നത്, എന്നാൽ ഒന്നാം തരം പാംജാഗിരിയിലാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം നമുക്കങ്ങനെ പെട്ടെന്നൊരു ചോറോ കറിയോ വെച്ചെടുക്കുന്നത് പോലെ എടുക്കാൻ പറ്റുന്നതാണ്. കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പെട്ടെന്നൊരു ചോറോ കറിയോ ഒരു ചായയോ ഇട്ട് എടുക്കുന്നത് പോലെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നൊരു സംഭവമല്ല അത്. ഇത് ഇത്രയും മരുന്നുകൾ അടുപ്പിച്ച് റെഡിയാക്കി ഒരു 2 ആഴ്ചത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഒരു മരുന്നുകൂട്ടെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്തിടുന്നവർക്കാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടെങ്കിൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും ഒരാൾ വന്നിട്ട് അതിൽ നിന്ന് 1 സ്പൂൺ തരാമോ എന്ന് ചോദിച്ചാൽ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അതുപോലെ ബുക്ക് ചെയ്തിട്ടവരുടെ ബാച്ച് തിരിച്ചിട്ടിട്ട് ഓരോ ബാച്ചുകൾ
എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ ഒഴിവുകൾ വരുന്നതൊക്കെയാണ് അർജൻറ്റായിട്ട്, അതായത് പ്രസവിച്ച് കിടക്കുന്നവരോ നടുവേദന കൊണ്ട് കഷ്ടപ്പെടുന്നവരോ വാതരോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർ അർജൻറ്റ് എന്നും കൂടെ എഴുതുമ്പോൾ ആ ഒഴിവുകളിലേക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരെയും നമ്മുടെ ഈ അർജൻറ്റുകാരെയുമാണ് പരിഗണിക്കുന്നത്. അതുപോലെ ബൾക്കായിട്ട് എടുക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ 10ഉം 12ഉം 8ഉം 7ഉം 5ഉം ഒക്കെ വാങ്ങിക്കുന്നവർക്ക് ഫുള്ള് കൊടുക്കാൻ ചിലപ്പോൾ പറ്റത്തില്ല. കാരണം എനിക്ക് 1ഉം 2ഉം കിലോക്കാർക്കും കൂടെ കൊടുത്ത് നിർത്തണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ 10 ചോദിക്കുന്നവർക്ക് 8 കൊടുക്കും, 2 എടുക്കും. അങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവർക്കും കൊടുത്ത് തീർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളവർ നേരത്തെ ബുക്ക് ചെയ്തിടുക. പ്രീ ബുക്കിംഗ് ആണ്. ഞാൻ മക്കളുടെ ഒപ്പം പോകാൻ അവർ കുറേ നിർബന്ധിച്ചതാണ്. അത് കഴിഞ്ഞിപ്പോൾ ഈ അടുത്ത മാസം 3-ാം തീയതി ഉമ്മായും അനിയത്തിയൊക്കെ പോകുന്നുണ്ട്. അവരുടെ ഒപ്പം ചെല്ലാനും അവർ ടിക്കറ്റ് എടുക്കാൻ പോയിട്ട് ഞാൻ സമ്മതിക്കാഞ്ഞതാണ്. കാരണം എനിക്ക് ഓഗസ്റ്റ് മാസം വരെ ഒരുപാട് ബുക്കിംഗ് കിടപ്പുണ്ട്. അപ്പം എന്നെ വിശ്വസിച്ച് ബുക്ക് ചെയ്തിട്ടിരിക്കുന്നവരെ കബളിപ്പിച്ചേച്ച് പോകുന്നത് ശരിയല്ലല്ലോ. ബുക്ക് ചെയ്തിട്ട് നമ്മൾ വാക്ക് പറഞ്ഞ ഒരു വാക്കായിരിക്കണ്ടേ. അതുകൊണ്ടാണ് ഞാൻ മക്കളോടൊപ്പം പോകാൻ തയ്യാറാകാതിരുന്നത്. നമ്മൾ സൗദിക്ക് പോകുന്ന സമയത്തെല്ലാം ആൾക്കാർ നേരത്തെ ബൾക്കായിട്ട് വാങ്ങിച്ചവർ ഞാൻ തിരിച്ച് വരുന്നത് വരെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും കൊടുത്ത് തീർക്കാതെ പോകത്തില്ല എന്നുള്ള ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതാ നമുക്ക് വെളുത്തുള്ളി ഇതിൻ്റെ അകത്ത് കുറേ ചേർക്കാനുണ്ട്. അപ്പം നല്ല വെയിലുണ്ടല്ലോ. അപ്പം ഞാൻ ഈ വെളുത്തുള്ളി ഒന്ന് എല്ലാം ഒന്ന് ഉടച്ചിട്ട് ഓരോ കുടം എടുത്തൊന്ന് ഉടച്ചിട്ട് പിന്നെ വെയിലത്തേക്ക് ഒരല്പം വെളിച്ചെണ്ണ പുരട്ടി ഒന്ന് വെയിലത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെറിയ ഉള്ളി ആയാലും വെളുത്തുള്ളി ആയാലും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഞാനൊരല്പം എണ്ണ കൂടി, ഏതെണ്ണ ആയാലും എണ്ണ കൂടി ഒന്ന് ഒഴിച്ചിട്ട് നല്ലതുപോലെ അതിലൊന്ന് പുരട്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് വെയിലത്തേക്കൊന്ന് വെച്ച് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് പിന്നെ ഒന്ന് നമ്മൾ നല്ലതുപോലെ തിരുമ്മി കൊടുത്താൽ മതി. 2 കൈ കൊണ്ടും നല്ലപോലെ ഒന്ന് അമർത്തി തിരുമുമ്പോൾ എല്ലാ തൊലിയും അങ്ങ് പോകും. പിന്നെ പോകാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ബലം കൊടുത്താൽ ഒന്ന് കൈവച്ചിട്ടൊന്ന് ബലത്തെ പിടിച്ചാൽ മതി, അങ്ങ് പൊക്കോളും. അപ്പോൾ അതാണ് ഞാൻ അതെല്ലാം ഒന്ന് റെഡിയാക്കി ഒന്ന് പാറ്റി പെറുക്കി എടുക്കട്ടെ. ഉമ വന്നെങ്കിലും വെറുതെ ഇരിക്കുന്നില്ല, അവളും ജോലികളൊക്കെ ചെയ്യുകയാണ്. ഇനിയിപ്പം വെട്ടുമരുന്നുകളും ചതാവേലിയൊക്കെ ഉമ കൊണ്ടുപോയിട്ട് എല്ലാം വൃത്തിയാക്കി ഇടിച്ചു പിഴിഞ്ഞു കൊണ്ടുവരും. നമുക്ക് ഇവിടെ റോഡ് ക്രോസ് ചെയ്ത് പോയി വേണം ഇതെല്ലാം ഇടിച്ചെടുക്കാൻ. അപ്പോൾ ഉമ ഇതെല്ലാം ശരിയാക്കി രാവിലെ വെളുപ്പിനെ ഇഞ്ഞു വരും. കരിപ്പട്ടി ഉരുക്കാനുള്ള അണ്ടാവൊക്കെ അതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കരിപ്പട്ടി നല്ല ഉരുക്കാനായിട്ട് പോവുകയാണ്. പാംജാഗ്രി ഇതിലേക്ക് പിച്ച് അടുക്കാൻ പോവുകയാണ് കുട്ടികളെ, പോവുകയാണ്. നമ്മുടെ കരിപ്പട്ടി അങ്ങോട്ട് എടുക്കുകയാണ്. ഇതാണ് റോയൽ കരിപ്പട്ടി. ഇനി ഇതെല്ലാം പൊട്ടിച്ചിട്ട് ഇത് പൊട്ടിച്ച് ഇതിനകത്ത് വേറൊരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്താണ് ഇത് പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതെല്ലാം എടുത്ത് ഈ പാത്രങ്ങൾ നിറച്ച് ഉരുക്കി റെഡിയാക്കി എടുക്കാൻ പോവാം. അപ്പോൾ അതാ നമ്മുടെ കരിപ്പട്ടിയുടെ മെയിൻ കവർ അങ്ങോട്ട് എടുത്ത് കഴിയുമ്പം അടുത്ത അതിനകത്ത് വേറൊരു കവറുണ്ടേ. ഞാനതൊന്ന് തുറന്ന് കാണിക്കാം. ഞാനതൊന്ന് കട്ട് ചെയ്തത് എളുപ്പം എടുക്കാൻ വേണ്ടിയിട്ടേ. കണ്ട നമ്മുടെ കരിപ്പട്ടി കണ്ട, ഇതാണ് പാംജാഗ്രി റോയൽ കരിപ്പട്ടി. കണ്ട, ഉണ്ട ശർക്കരയ്ക്കകത്തല്ല ഇത് ചെയ്യുന്നത്, നമ്മളുടെ പാംജാഗ്രിയിലാണ് ചെയ്യുന്നത്. കരിപ്പട്ടി, പനം കരിപ്പട്ടി. പണ്ട് ഇത് പനവട്ടിക്കകത്താണ് ചിപ്പം കെട്ടി വരുന്നത്. അത് ഇച്ചിരി കൂടെ പരിഷ്കരിച്ച് കവറുകൾക്കകത്താക്കി ബൈൻഡിൻ്റെ അകത്ത് കാർട്ടൻ്റെ അകത്താക്കി വരുന്നേ ഉള്ളൂ. പണ്ടൊക്കെ ഞങ്ങൾ എടുക്കുന്നത് പനം ഇത് ഈ പനയുടെ ഓല കൊണ്ട് തന്നെ വലിയ ചിപ്പം കിട്ടും. ചിപ്പം കെട്ടി കരിപ്പട്ടി കൊണ്ടുവരും. പനവട്ടിക്കകത്ത് ചിപ്പം കെട്ടി കൊണ്ടുവരുന്നതാണ് കരിപ്പട്ടി. ഇതാ കണ്ട. അപ്പോൾ നമ്മളിതാ ഇവനെ ഇങ്ങനെ അങ്ങോട്ട് അടുക്കുകയാണ്. ഞാനിത് ചെയ്യുന്നതെല്ലാം ഒരു കലാപരമായിട്ടാണ്. ഇന്ന് 4 ചുറ്റും നമ്മൾ പൂക്കള അത്തപ്പൂ ഇടുന്നത് പോലെയാണ് വയ്ക്കാൻ പോകുന്നത്. കണ്ട, ഇങ്ങനെ 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 അടുക്കി വെച്ചിട്ടാണ് നമ്മളിത് ഒരുക്കുന്നത്. ഒരു കുയിൽ ഇരുന്ന് കൂവുന്ന കണ്ട, ഇത് കേട്ടിട്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇതിന് മറുപാട്ട് പാടത്തില്ലേ, അതുപോലെ നമ്മളും കൂവും. ഹായ്, എന്ത് രസം. അപ്പോൾ അതാ നമ്മുടെ കരിപ്പട്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മടലേ ഇത് ഞാനിങ്ങനെ അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടാ, രണ്ടടേ ഒരു കൊതുക് എന്നെ വട്ടം ചുറ്റുകയാണ് കേട്ടോ. സന്ധ്യ ആയപ്പോഴത്തേക്ക് കൊതുക് ശരിക്കും ഇറങ്ങിയിട്ടുണ്ട്.
അപ്പം നമ്മുടെ കരിപ്പട്ടി ഇങ്ങനെ അടുക്കി 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 ഇത് നിറയ്ക്കാൻ പോവാണേ. നമുക്ക് ഇതിൻ്റെ അകത്തും കൂടെ ചെയ്യണം. അപ്പം ഇത് ഞാൻ നിറച്ച് വെച്ചിട്ട് കാണിക്കാം. കൊതുകേ പോകൂ കൊതുകേ. അപ്പം ദാ മക്കളെ ശരീരം നിറച്ച് അടുക്കി അടുക്കി അടുക്കിക്കണ്ട ഇങ്ങനെ വെച്ച് എൻ്റെ തിളക്കം കണ്ട നമ്മുടെ പാംജാഗ്രിയുടെ തിളക്കം നോക്കി. അപ്പോൾ അതാ ഇവനെ കുറച്ച് ശകലം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പിലോട്ട് വെച്ചിട്ട് അങ്ങോട്ട് ഉരുക്കി എടുക്കാൻ പോവാം. ഉരുക്കി പോക 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 പോക. ഇനി ഇതിലും കൂടെ നിറയ്ക്കട്ടെ. കരിപ്പട്ടി ഒരിക്കലെല്ലാം കഴിഞ്ഞു. ഇവിടെ എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി ദിവസമിട്ട് എല്ലായിടവും ഒന്ന് കഴുകി വൃത്തിയാക്കി നമ്മുടെ കോലരക്ക് ഇവിടെ അടുപ്പ് കൂട്ടിയിട്ടാണ് നമ്മൾ പിന്നെ കരിപ്പട്ടി ഉരുക്കുന്നത്. അത് കഴിയുമ്പോൾ എല്ലായിടും ഒന്ന് കഴുകും. രാവിലത്തേക്ക് ഈച്ചയും കാര്യങ്ങളൊന്നും വരരുതല്ലോ അതിന്. കോലരക്കിതാ കിഴിയിലിങ്ങനെ കിടന്ന് വെന്തുകൊണ്ടേയിരിക്കുകയാണ് കുട്ടികളെ. ഭയങ്കര പുകയാണ്. കോലരക്ക് കിഴികെട്ടി തിളപ്പിക്കുകയാണ് കേട്ടോ. വലിയ കലവ. ഭയങ്കര പുകയാണ് കേട്ടോ. കോലരക്കെന്ന് പറയുന്ന ഒരു കറ പോലെ ഇത് കേട്ടോ. അതിൻ്റെ നമ്മൾ കിഴി കെട്ടിയിട്ട് ആണ് തിളപ്പിക്കുന്നത്. തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. വെള്ളം നിങ്ങളെ കാണിച്ചു തരാൻ നല്ല എന്തോ ബ്ലഡിൻ്റെ കളർ HBയുടെ അളവ് കൂടാൻ ഇത് കഴിഞ്ഞിട്ടുള്ള സാധനമേ ഉള്ളൂ. സത്ത് കംപ്ലീറ്റ് ഇറങ്ങട്ടെ. വലിയൊരു കിഴിയാ. കലത്തിൻ്റെ അകത്തോട്ട് ഇടിച്ച് കയറ്റിയാണ്. വലിയ വാവട്ടമുള്ള കലം നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. വലിയ വേറെ കലമുണ്ട്. അതല്ല ഇതെന്ന് പറഞ്ഞാൽ ചുട്ടാ പോകത്തില്ല. ഈ കറ ഇത് ഈ കലത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ പുതിയ കലവാണ്. ഇതാ രാത്രി തന്നെ നമ്മൾ നമ്മുടെ കരിപ്പട്ടിയെല്ലാം ഉരുക്കി വെച്ചു. ഇതിന് രാവിലെ ആകുമ്പോഴത്തേക്ക് തണുക്കുമ്പോൾ പാടയായിട്ടിഞ്ഞ് വരും. അന്നേരം അതെല്ലാം നമ്മൾ കോരി മാറ്റും. അതുപോലെ തന്നെ ഇതാ ഉണ്ടോ കരിപ്പട്ടി ഇതെല്ലാം അഴുക്കുക. അതെല്ലാം കോരി മാറ്റും നമ്മൾ. നമ്മുടെ കോലരക്ക് തിളപ്പിച്ച് ഇറക്കി വെച്ചിരിക്കുകയാണേ. നമ്മുടെ കോലരക്ക് അത് അതിൻ്റെ കറയാണത് കേട്ടോ. അതങ്ങ് ഇളക്കി കളയാൻ പറ്റത്തില്ല. ചുട്ടാലത് പോകത്തില്ല. അങ്ങനെയാണ്. കോലരക്ക് തിളപ്പിച്ച് അത് തണുക്കാൻ വെച്ചിരിക്കുകയാണ്. രാത്രിയിൽ ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടാണ് രാവിലെ 6 മണിക്ക് നമ്മളിത് കലക്കാനിരുന്നാൽ ഏതാണ്ടൊരു 3 മണിക്കൂർ 3-3.5 മണിക്കൂർ കഴിഞ്ഞാണ് പൊടികളെല്ലാം കലക്കി എടുക്കുന്നത്. അതിനുശേഷം വീണ്ടും ഒരു 3-3.5 മണിക്കൂർ കൊണ്ടാണ് നമ്മളത് ലേഹ്യ കൂട്ടായിട്ട് ഇളക്കി റെഡിയാക്കി മാറ്റുന്നത്. ഇതിപ്പോൾ രാത്രിയായിട്ടാണേ. നല്ല എന്താ പൊട്ടാസ്യം പെർമാംഗനേറ്റ് കലക്കിയ പോലെ ചില സമയത്ത് ആ കളറായിരിക്കും. ചിലപ്പോൾ കിട്ടുന്ന കോലരക്ക് നല്ല കട്ടൻ ചായയുടെ ഡോർക്ക് കട്ടൻ ചായയുടെ കളറായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കോലരക്ക് തിളപ്പിച്ച വെള്ളമാണത്. പിറ്റേന്ന് രാവിലെ തന്നെ നമ്മൾ ഗോദായിലേക്ക് ഇറങ്ങിയിട്ടുണ്ടേ. ഇവിടെ ലേഹ്യത്തിൽ ചേർക്കാനുള്ള വെളുത്തുള്ളിയാണ് ഇത്. കണ്ട വെളുത്തുള്ളി നല്ല പാല് പോലെ അരച്ച് വെച്ചിരിക്കുക. കണ്ട നമ്മൾ രാത്രി തന്നെ എല്ലാം അടച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ കോലരക്ക് തിളപ്പിച്ച വെള്ളം ഒന്ന് നോക്കട്ടെ. നമ്മുടെ കോലരക്ക് തിളപ്പിച്ച വെള്ളം ധാരിച്ച് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കോലരക്കിൻ്റെ വെള്ളമാണ്. പിന്നെ കണ്ട നമ്മുടെ ഈ മില്ലിൽ പൊടിക്കുന്ന പൊടിയില്ലേ, നമ്മുടെ ഈ പച്ചമരുന്നുകളെല്ലാം ആയുർവേദ മരുന്നുകളെല്ലാം പൊടിക്കത്തില്ലേ, അത് ലാസ്റ്റ് വരുമ്പോൾ സഞ്ചിക്കകത്ത് കുറച്ച് കാണുമല്ലോ, അതെല്ലാം കൂടെ തട്ടിയിട്ടിട്ട് അത് കുറേ ഉണ്ട്. ഞാനിപ്പോൾ 2 ട്രിപ്പ് ഇടഞ്ഞു കഴിഞ്ഞ്. അപ്പം ഇത് നമ്മൾ ഇടഞ്ഞ് നന്നായിട്ട് ഒന്നും തരിവ് കാണത്തില്ല. എന്നാൽ പോലും നമ്മൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇടഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടാണ് ഇതിൽ കലക്കിയെടുക്കുന്നത്. ഇതാ നമ്മുടെ ഈ പൊടി കണ്ട, അത് മൊത്തം ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത്. അപ്പം അരിച്ചെടുത്തപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടിയ ഈ തരങ്ങഴി ഉണ്ടോ, ഇത് ഇത്രയും നമ്മൾ അടഞ്ഞെടുത്തപ്പോൾ കിട്ടിയതാണ്. അപ്പം ഞാൻ നിങ്ങളോട് മിക്കപ്പോഴും പറയത്തില്ലേ, ചില വീഡിയോകളിൽ കാണിക്കത്തില്ലേ, ഇതിൽ മണൽത്തരി പോലെ കിടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ
നമ്മൾ എത്ര അടഞ്ഞാലും അത് ഇതിൻ്റെ അരിപ്പയ്ക്കകത്തൂടെ പോവും. ഇതാണ് തേറ്റാമ്പരൽ. കണ്ടോ, മില്ലിൽ ഇത്രയും മഷി പോലെ പൊടിച്ചിട്ട് പോലും അതിൽ നിന്ന് ചാടി കിടക്കുന്നത്. ഇതാണ് തേറ്റാമ്പരൽ. ഈ തേറ്റാമ്പരൽ പണ്ട് വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഉരലിലൊക്കെ ഇടിച്ച് പൊടിക്കത്തില്ലേ, അപ്പോൾ ഇത് ഒരിക്കലും ഇത് പൊടിയത്തില്ല. ഇങ്ങനെ ചതഞ്ഞ് ഈ ബാക്കിയുള്ള മരുന്നുകളെ കൂടെ ചാടി പുറത്ത് കൊണ്ടുപോകും. അത്ര ഇബിലീസാണിത്. അന്നേരം എന്ത് ചെയ്യുമെന്നറിയോ, പിന്നെ പാലിൻ്റെ അകത്ത് ഇത് പുഴുങ്ങിയിട്ട് അപ്പം നമ്മുടെ പുളുങ്കുരു വേവിക്കുന്നത് പോലെ ഇരിക്കും ഇത് പുഴുങ്ങി കഴിയുമ്പം, മനസ്സിലായോ? എന്നിട്ടത് ആട്ടുകല്ലിലിട്ട് ആട്ടി 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 പെണ്ണുങ്ങളുടെ ഓതപ്പ കലങ്ങുമെന്ന് പറയാം. അങ്ങനെയായിരുന്നു പണ്ടൊക്കെ ചെയ്യുന്നത്. എൻ്റെ ഉമ്മയുടെ അനിയത്തിമാരൊക്കെ ഇങ്ങനെ ആട്ടുകല്ലിലിട്ട് ആട്ടും. ഇത് അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ നമുക്ക് പിന്നീട് പൊടിക്കുന്ന സമയമായപ്പം പൊടിക്കുമെങ്കിലും അതൊന്നും ശരിക്കും നന്നായിട്ട് പൊടിയത്തില്ല കേട്ടോ. അതാണ് ഈ മണൽത്തരി പോലെ ഈ കിടക്കുന്നത് കണ്ടോ. അതെല്ലാം തേറ്റാമ്പരൽ ഭയങ്കര കട്ടിയാണ് ഇതിന്, കണ്ടോ. അതിൽ ഒരു പീസ് ഇതിൽ അടർന്ന് കിടന്നതുകൊണ്ട് എനിക്കിത് നിങ്ങളെ കാണിച്ച് വ്യക്തമാക്കി പറഞ്ഞു തരാൻ പറ്റുന്നുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഇത് ഉരലിലിട്ട് ഇടിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ ലാസ്റ്റ് വരുന്ന ഈ തരി ഉണ്ടല്ലോ, ഇതിപ്പം മിഷനയിൽ ഇതിൻ്റെ അള്ളറിൽ പറ്റിയിരുന്ന സാധനമൊക്കെയാണ്. പക്ഷെ നമ്മുടെ ഉരലിലിട്ട് ഇടിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ തരി ഇങ്ങനെ വരും, കുറേ എല്ലാ മരുന്നുകളുടെയും തരി. അത് ലാസ്റ്റ് ഞങ്ങൾക്ക് കുറച്ച് തേങ്ങാപ്പീരയും പിന്നെ കരിപ്പട്ടിയും കൂടി ഇട്ട് ആ ഉരലിൽ തന്നെ ഇടിച്ചിട്ട് ഉണ്ട പോലെ ഉരുട്ടി തരുമോ, അല്ലെ അവലൂസ് പൊടി പോലെ തരുമോ ചെയ്യുക. അപ്പോൾ ഇത് ഇത്രയും മരുന്നുകൾ തന്നെയാണ്. നമ്മൾ ലേഹ്യം കഴിക്കുന്ന പോലെ ഞങ്ങൾ കൊണ്ടുപോയി വെച്ച് പിന്നെ പുരട്ടി ആ ലേഹ്യത്തിൻ്റെ ടേസ്റ്റാണ് അത് ഞങ്ങൾ കഴിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ശരീരത്തിന് കുട്ടിക്കാലം മുതൽ നമുക്ക് കിട്ടുന്നൊരു രക്ഷ തന്നെയാണ്. അപ്പോൾ ഇതാണ് തേറ്റാമ്പരലിൻ്റെ ഒരു പൊളപ്പാണിത് കേട്ടോ. തേറ്റാമ്പരൽ ഇങ്ങനെ 2 പീസായിട്ട് നമുക്ക് കിട്ടത്ത് പോലും ഇല്ല. അപ്പോൾ നിങ്ങളെ അതൊന്ന് കാണിക്കാൻ എനിക്ക് പറ്റി. തേറ്റാമ്പരലിൻ്റെ ഒരു പീസാണിത്. ഇതിൽ ഈ മണൽത്തരി പോലെ കിടക്കുന്നതെല്ലാം തേറ്റാമ്പരലിൻ്റെ പൊടിയാണ് കേട്ടോ. അത് മണൽ പോലെ നമ്മൾ കടിച്ചാലും ഒരു മണൽത്തരി പോലെ നമുക്ക് തോന്നും. സാധാരണ ലേഹ്യം കടിച്ച് ചവച്ചല്ലല്ലോ തിന്നുന്നത്, നമ്മൾ വായിലിട്ട് അലിത്തിറക്കുകയാണ്. പക്ഷേ നമ്മുടെ പൊടിയെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഞങ്ങളിതിന് സെപ്പറേറ്റ് ഇതിൻ്റെ നെറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രമാത്രം നൈസായിട്ട് ഇത് പൊടിച്ച് തരണമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ സാധാരണ ലേഹ്യത്തിൽ ചേർക്കുന്ന പൊടികളെക്കാളും നമ്മുടെ ആ പൊടി നല്ല നേർമയായിട്ടാണ്. നമ്മുടെ കരിപ്പട്ടി ഇതണ്ട രാത്രി നമ്മളെല്ലാം ഉരുക്കിയിട്ടില്ലേ, അപ്പോൾ അതാ ഇനി ഇവനെ ഈ അഴുക്ക് മൊത്തം ഈ പാടയായിട്ട് ഇനി കോരിയെടുക്കുക. കണ്ടോ, കണ്ടോ. ഇതെല്ലാം വെട്ടി മാറ്റി വൃത്തിയാക്കി അരിച്ച് ആണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയോട് നല്ല ആത്മാർത്ഥതയുണ്ടെങ്കിലുണ്ടല്ലോ നമുക്കത് ഒരു ഭാരമായിട്ട് തോന്നത്തില്ല. നല്ല ആത്മാർത്ഥതയോടുകൂടി ചെയ്ത് തീർക്കാൻ തോന്നും. നന്നായിട്ട് ഉരുക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ തരിതരാന്ന് വരുന്നത്. മറ്റേ അല്ലെങ്കിൽ മേളിൽ നിന്ന് പാട പോലെ നമ്മൾ പാല് കാച്ചി വെച്ച് കഴിയുമ്പം കുറച്ച് സമയം കഴിയുമ്പോൾ പാട വരുത്തില്ലേ, അതേമാതിരി ഇതിൻ്റെ അഴുക്ക് ഇതെല്ലാം എടുത്ത് കളയണം. കളഞ്ഞില്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ അവർ ഇത് കരിപ്പട്ടി റെഡിയാക്കുന്ന സമയത്ത് സംഭവങ്ങളും ഇതിൻ്റെ അകത്ത് ചേർക്കും, മനസ്സിലായോ. നമ്മളിതറിയാതെ ഇതിൻ്റെ ഈ അഴുക്കോട് കൂടി നമ്മൾ ഉപയോഗിക്കത്തില്ല. വേണ്ടേ ഞാൻ അടുത്ത ഇതും കൂടെ നമ്മളൊന്ന് കോരി മാറ്റിയിട്ട് നമ്മുടെ ഉമ്മക്കുട്ടി ഇപ്പോൾ വരും. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ജോലിയൊന്ന് ഒതുക്കി വെക്കുകയാണ്. വന്നു കഴിഞ്ഞാൽ അച്ചായനും രായനും ഉള്ളതുകൊണ്ട് അവർക്ക് ഫുഡ് കൊടുക്കണമല്ലോ, രാവിലത്തെ കൊടുക്കണം, ഉച്ചയ്ക്കൊക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ ഉമ്മ അതെല്ലാം ഇടിച്ച് പിഴിഞ്ഞ് രാവിലെ എന്നെ വിളിച്ചു, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. മരുന്ന് കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ പലരും എന്നെ വിളിച്ചു പറയും, ഇത്താ എന്തോ മണമാണ്, കുപ്പിയുടെ അടപ്പങ്ങോട്ട് തുറന്നു കഴിയുമ്പോൾ തന്നെ അത്രയ്ക്ക് മരുന്നുകളാണ് ഇതിൽ ചേർക്കുന്നത്. ഇതെല്ലാം മാറ്റി ഇത് 2 ട്രിപ്പ് അരിക്കും, 2 or 3 പ്രാവശ്യം അരിക്കും. അരിച്ചിട്ടാണ് അതിൻ്റെ അകത്ത് കല്ല് കാണും, പൊടി കാണും, പനയുടെ ഓലയുടെ ഇത് കാണും, പിന്നെ അഴുക്കുകൾ ഇതിൽ ചേർക്കുന്ന പല എല്ലാം കാണും. അതെല്ലാം ഈ പാട അങ്ങ് മാറ്റി കഴിയുമ്പോൾ തന്നെ കരിപ്പെട്ടി നല്ല വൃത്തിയാവും. ഇതാ കണ്ടോ, ഇതെല്ലാം ഇതിൻ്റെ അഴുക്കാണ്. നമ്മളിത് കളയാനാണ്. ആദ്യമൊക്കെ ഞാനിത് കളയുമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ചെടികൾക്ക് ഒഴിച്ചാൽ നല്ല, സത്യമാണത്, നല്ല അടിപൊളി ടിപ്പായിരുന്നു കേട്ടോ. അത് പറഞ്ഞു തന്ന ആളെ നിങ്ങൾക്ക് ഒത്തിരി നന്ദി.
ഇതാ നമ്മുടെ കരിപ്പട്ടി നല്ലതായിട്ടെല്ലാം വൃത്തിയാക്കി എടുത്തു. ഇനി അത് നമ്മൾ പകരുകയാണ്. പാത്രങ്ങളിലേക്ക് പകർന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കോലരക്ക് തിളപ്പിച്ച വെള്ളവും കൂടി അരിക്കുകയാണ്. അരിച്ച് ഓരോ പാത്രങ്ങളിലേക്ക് മാറ്റിയിട്ട് ഇനി ഇതിലേക്കാണ് നമ്മൾ പൊടി കലക്കാൻ പോകുന്നത്. ചൂട് പോയിട്ടൊന്നുമില്ല കേട്ടോ, ചൂടൊക്കെ ഉണ്ട്, ഇളം ചൂടുണ്ട്. നമ്മുടെ ഉമ വെട്ടുമരുന്നുകളെല്ലാം ഇടിച്ചു കൊണ്ടുവരും. അതേപോലെ തന്നെ നമ്മുടെ ശതാവേലി ഉണ്ടല്ലോ, നമ്മുടെ ശതാവേലി കിഴങ്ങ് റെഡിയാക്കി അതും വെട്ടുമരുന്നുകളും ഇടിച്ച് പിഴിഞ്ഞ് ഉമ കൊണ്ടുവരും. കാരണം ഉമയുടെ വീട്ടിൽ ഉരലും ഉളക്കയുണ്ട്. നമ്മുടെ കുടുംബ വീട്ടിലാണ് ഉളക്കയും ഉരലും ഉള്ളത്. അതിപ്പോൾ അവിടെ താമസമില്ലാത്തത് കൊണ്ട് എല്ലാം പൂട്ടിയിട്ടിരിക്കുകയല്ലേ. അപ്പോൾ ആ ഉരലിൻ്റെ അകത്ത് മണ്ണ് നിറച്ചിട്ട് ചെടിയൊക്കെ വെച്ച് അത് പണിയാണ്. അതുകൊണ്ട് അതിനേക്കാളും നല്ലത് ഉമ കൊണ്ടുപോയി, അതാ നമുക്ക് എളുപ്പവും. എല്ലാം ഇടിച്ച് പിഴിഞ്ഞ് നമ്മളൊന്നും അറിയണ്ട, രാവിലെ വലിയ പാത്രങ്ങൾക്കകത്താക്കി ഉമയും മോനും കൊണ്ടുവരും. അതാ നമ്മുടെ ലേഹ്യത്തിൻ്റെ പൊടി കണ്ട, നല്ല നൈസായിട്ട് ഇവിടെ നാവിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ രായനും അച്ചായനും വന്നിട്ടുണ്ട്. അവർ മുകളിൽ ഇങ്ങനെ അടിക്കുകയും തൂക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ നമുക്ക് ലേഹ്യത്തിന് ഇത്രയും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടത്തില്ല. എങ്ങനെയായാലും തരികളൊക്കെ കാണും. പക്ഷേ നമ്മുടെ മരുന്ന് കഴിച്ചവർക്കറിയാം ഇത് നല്ല സ്മൂത്തായിട്ട് ഇറങ്ങിപ്പോകുന്നു. അത്രമാത്രം സോഫ്റ്റായിട്ടാണ് നമ്മളിത് പൊടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നെറ്റ് നമ്മൾ സെപ്പറേറ്റ് തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് ആ മില്ലിലേക്ക്. അത് നമ്മുടെ മരുന്ന് പൊടിക്കാൻ മാത്രം അതെടുക്കുന്നത് കേട്ടോ. അത് കഴിയുമ്പോൾ അതങ്ങ് മാറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ പൊടികൾ നമ്മൾ കുറേശ്ശെ ഇതിലോട്ട് കോരിയിട്ടിട്ട്, പണ്ടൊക്കെ ഇത്രയും പൊടികൾ പിന്നെ കലക്കിയെടുക്കുക എന്ന് പറയുമ്പം ഭയങ്കര ശ്രമകരമായ ഒരു പണിയാണ്. കൈകൊണ്ടാണ്, കൈയുടെ തോള് പറയും. ഇതങ്ങ് കട്ട കെട്ടും. അതും ശർക്കര പനിയും കോലരക്ക് തിളപ്പിച്ച വെള്ളവും വേറെ പല സംഭവം ഇടിച്ച വെള്ളവും ഇതെല്ലാം കൂടെ ഒക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ, ഇതങ്ങ് കട്ട കെട്ടും. ഭയങ്കര കട്ട കെട്ടിയാൽ ഈ കട്ട ഉടയ്ക്കാതെ നമുക്ക് ഇതിനകത്ത് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, നോമ്പല്ലേ, നോമ്പാവുമ്പോൾ ഇത് ലേഹ്യം കഴിക്കാൻ പറ്റും? ഒരു കുഴപ്പവുമില്ല. നോമ്പും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മനസ്സിലായോ? നമ്മൾ രാവിലെയും രാത്രിയിലുമാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ ഇടയത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയത്ത്, അതായത് മുത്താഴം, ചില സ്ഥലങ്ങളിൽ മുത്താഴം എന്നൊക്കെയല്ലേ പറയുന്നു. ഇടയത്താഴം കഴിച്ചിട്ട് ഒരു സ്പൂണം കഴിച്ചിട്ട് കിടക്കുക. രാത്രി നമ്മൾ അത്താഴം കഴിച്ചതിന് ശേഷം നോമ്പൊക്കെ മുറിച്ച് കഴിഞ്ഞ് അത്താഴം കഴിക്കത്തില്ലേ, അന്നേരം ഒരു സ്പൂണ് കഴിക്കുക. അല്ലാതെ നോമ്പും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മൾ പകലല്ലല്ലോ ഇത് കഴിക്കുന്നത്. ഉമ്മക്കുട്ടി വന്ന്. ഉമേ എല്ലാം ഇടിച്ചു പിഴിഞ്ഞോ? എടാ കുറച്ച് കട്ടൻ ചായ കിട്ടോ, അച്ചായനും രായനും ഒക്കെ കൊടുക്കണമല്ലോ. അതുകൊണ്ട് ചപ്പാത്തി അതൊന്ന് ചുട്ടിട്ട് എളുപ്പം ആർക്കും കൂട്. ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നല്ല കട്ടിയാണ്. ഇത് കണ്ട, ഇനി ഇതിലേക്ക് പൊടിയിടാൻ പറ്റത്തില്ല. ഈ ഒരു പാകത്തിൽ കണ്ട, കട്ടയില്ലാതെ കലക്കി 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 ഈ ഒരു ചാക്ക് പൊടിയും അങ്ങനെയാണ് എടുക്കുന്നത്. ഇതിനകത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സഞ്ചിയുണ്ട് കേട്ടോ, അതാണ് അതിൽ വെച്ചിരിക്കുന്നത്. നമുക്കിതങ്ങ് മാറ്റാം കുഞ്ഞേ, അതോ ഇത് ഇച്ചിരി പൊടി ഇടുന്നു? മതി. ഇനി ഇളക്കാൻ ഭയങ്കര പാടാണ്. മേളി തൂത്ത് കഴിഞ്ഞില്ലേ?
ഉമ്മക്കുട്ടി വന്ന് അവളും കലക്കും. എന്നാലും നമ്മുടെ മനസ്സിനൊരു തൃപ്തി ഉണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയിൽ 100% ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ എനിക്ക് ഞാൻ തന്നെ ചെയ്യണം. സത്യം പറഞ്ഞാൽ എനിക്കതൊരു ബുദ്ധിമുട്ടോ ഒരു കഷ്ടപ്പാടോ ആയിട്ട് തോന്നത്തില്ല. ഇതൊരു രസമാണ്. നമ്മൾ ചെയ്യുന്ന ഏതൊരു ജോലിയും നമ്മൾ ആസ്വദിച്ച് ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ, അതൊരു കഷ്ടപ്പാടായിട്ടോ ഒരു ബുദ്ധിമുട്ടായിട്ടോ നമുക്ക് തോന്നത്തില്ല. വെട്ടുമരുന്നുകൾ ഇടിച്ചു പിഴിഞ്ഞതാണ് കണ്ട. വെട്ടുമരുന്നുകൾ ഇടിച്ചു പിഴിഞ്ഞ നീരാണ് നമ്മുടെ ഓമക്കുട്ടി എത്തിയിട്ടുണ്ട്. പിന്നെ ശതാവേലിയുടെ പതയാണിത്. അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുവാണ്. വലിയ മല്യത്തൂക്കിൻ്റെ അത്തിഞ്ഞ് കൊണ്ടുവന്ന്. ഇതാകുമ്പോൾ നമുക്ക് ഇവിടെ അല്ലേ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി വേണം നമ്മളിതെല്ലാം ഇടിച്ച് പിഴിഞ്ഞെടുക്കാൻ, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഊമക്കുട്ടി കൊണ്ടുപോയി എല്ലാം ചെത്തി റെഡിയാക്കി അതെല്ലാം ശതാവേലിയും നമ്മുടെ എന്താ പറയുന്നത് പിന്നെ വെട്ടുമരുന്നുകൾ അത്തി ഇത്തി പേരാൽ അരയാൽ പൊന്നാമ്പയിന് കുളമാവ് മാവ് പറങ്കാവ് പുളി അമ്പഴം അങ്ങനെ 10-40 പരം വെട്ടുമരുന്നുകളാണ്. അത് കുറേശ്ശെ തൊലിയേ എടുക്കത്തുള്ളൂ. അതെല്ലാം ഉരലിലിട്ട് കാടിക്കകത്ത് അരിക്കാടിയായി ഇത് കണ്ട, അരിക്കാടിക്കകത്ത് ഇടിച്ച് വിഴിഞ്ഞ് നീരെടുത്ത് കൊണ്ടുവന്നതാണ്. ശതാവേലിയുടെ പതയാണിത് കേട്ടോ. നല്ല പതയാണ് ശതാവേലിക്ക്. കത്തില്ലേച്ചാ ചപ്പാത്തിയോട് ഇഷ്ടമാ. കട്ടൻ ചായയൊക്കെ ഇട്ട് ഇതണ്ട കട്ടനാണ്. അപ്പൊ നമ്മുടെ അടുത്ത കലാപരിപാടി തുടങ്ങുകയാണ്. ഉമേ നീ വന്ന് കഴിച്ചോ? ഇനി ആരെ കാത്തിരിക്കുക? അല്ല, ഇന്നലെ കാച്ചിയില്ലായിരുന്നു നമ്മുടെ പോയി. കണ്ട എല്ലാം കലക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. വരും അവിടെ നിൽക്കി. ഇനി ഇത് നമ്മൾ ഉരുളിയിലേക്ക് ആക്കിയിട്ട് ലേഹ്യക്കൂട്ടാക്കി എടുക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ തന്നെയാണ് ഇല്ലേ അച്ഛാ നമ്മുടെ വീട്ടിലായത്? അതെ. അപ്പോൾ ദാ നമ്മുടെ ഇടിച്ചു പിഴിഞ്ഞ നീര് ഇത് എല്ലാത്തിൻ്റെ അകത്തോട്ട് ബാക്കിയും കൂടെ കലർക്കി റെഡിയാക്കി അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനിയുണ്ട് നമ്മുടെ വെളുത്തുള്ളിതാ അരച്ച് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ അടുപ്പ് കത്തിച്ചു. നമ്മുടെ ഉരുളിതാ വയ്ക്കാൻ പോവാണ്. റഹീം റഹ്മാനായ റബ്ബേ നീ റാഹത്താക്കി തരണേ. അവിടെ ഒരു ശകലം ചരുവ, ഇച്ചിരി കൂടെ ചരുവ. ഞാൻ നിൽക്കുന്നിടത്ത് ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ കറക്റ്റാ. കല്ല് നീങ്ങിപ്പോവും. അതെ, നമ്മുടെ ഉരുളിയുടെ ലെവല് നോക്കുന്നത് ഇങ്ങനെ കണ്ട. അയ്യടാ, അതെങ്ങനെ അറിയാം കുഞ്ഞ്? ചരിവുണ്ടോന്ന് അറിയാല്ലേ? കണ്ട ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തീ നടുക്ക് ചിരട്ട ഒരുപാടാണോ? കുഴപ്പമില്ല, ചൂടാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ ആ കോലരക്ക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കണ്ടോ. ഇതാ ഇത് കോലരക്ക. അത് നന്നായിട്ട് കത്തും, നിന്ന് കത്തും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങോട്ട് താത്ത് വെച്ചോ വെച്ചാ. എൻ്റെ ഉമ്മ ആ കെറ്റിലങ്ങ് ഓഫാക്ക്. വിസിലടിക്കുന്ന കേട്ടില്ലയോ? കൂട്ട് വേണ്ട. ഇതാണ് കറക്റ്റ് ഇവിടെ നിന്നോണ്ടാ നല്ലതായിട്ട്. ഇതിനി ഒരു 3-3.5 മണിക്കൂറാണ് ഇനിയുണ്ട്. കുറേ ചേർക്കാനുണ്ട് കാര്യങ്ങൾ. ഓരോ ഘട്ടം ഘട്ടമായിട്ട് ചേർക്കേണ്ട സംഭവങ്ങളുണ്ട്. അതാ നമ്മുടെ ലേഹ്യക്കൂട്ട് അടുപ്പിൽ കയറിയിട്ടുണ്ട്.
നമ്മുടെ പൊട്ടുന്ന സമയമായിട്ടുണ്ട്. പൊട്ടിക്കൊണ്ടിരിക്കുക. ദേഹത്തൊക്കെ വീണോരാ? ആടോ, ഇനിയിപ്പോ അച്ചായൻ പാൻറ് ഇട്ടിരിക്കുന്നൊരു കുഴപ്പമില്ല. നമ്മുടെ രായന്റെ വേണ്ട മുണ്ടൊക്കെ അഴിച്ചിട്ട് നിങ്ങൾ നോക്ക്. വേണ്ട ബഹുമാന പുരസ്സരം നിൽക്കുവാണോ എന്ന് നോക്കിക്കേണ്ട. തലയെക്കെട്ടും അച്ചായൻ പാൻറ് ആയതുകൊണ്ട് പേടിക്കണ്ട. അതെ, അച്ഛാൻ പഠിച്ചു പോയില്ലയോ? ആദ്യത്തെ ഇളക്ക് കണ്ടാൽ നമുക്ക് ചിരി വരുമോ? അറിയാൻ വയ്യായിരുന്നല്ലോ ആദ്യം. ചട്ട് ഒരു ഇച്ചിരി ചരിച്ച് പിടിച്ച്. ശരിക്കും രായന്റെ മോൻ ഞാൻ ഇളക്കുന്ന പോലെ. ആ ഒരു മൂച്ചിനങ്ങ് ഇളക്കിയിട്ട് തളർന്നു പോകും പിന്നെ അവസാനം. പക്ഷെ ഇത് നല്ല രസമാണ്. ആളുകൾ കൈമാറി ഇളക്കുമ്പോഴേ. ഞങ്ങൾ വീട്ടിൽ അങ്ങനെയല്ലയോ, രാത്രിയിൽ, അതും രാത്രിയിലെ മഞ്ഞ കളറിലെ ബൾബുണ്ടല്ലോ പണ്ടത്തെ, പണ്ടാരാതിന് വെട്ടമുണ്ടോ? അതും 5-6 പേര് നിന്ന് ഇളക്കാം. ഒരാൾ മാറുമ്പോൾ ഒരാൾ. അത് മത്സരമാണ്. ഞാൻ ഇളക്കാം, നീ ഇളക്കാം, മാറും, അങ്ങോട്ട് മാറും, ഇങ്ങോട്ട് താ. നല്ല രസമാണ്. ഇതിൽ തീ ക്രമീകരിക്കേണ്ട സമയമുണ്ട്. എല്ലാത്തിനും ഓരോരോ സമയങ്ങളാണ്. ഇനി നമ്മുടെ 1-2 സംഭവങ്ങളും കൂടെ ചേർക്കാനുണ്ട്. ഈ ചൂട് മതിയില്ലേ? അതെ, കുറേ തീ കൂട്ടിയിട്ടിട്ട് വെള്ളം കോരി ഒഴിക്കുമ്പോൾ പുകയാ. അതിനേക്കാളും നമ്മളിപ്പോൾ കുറച്ച് നാൾ കൊണ്ട് ഇങ്ങനെ തന്നെ അല്ലേരായ, അധികം വെള്ളമൊന്നും കോരി തീക്കകത്ത് ഒഴിക്കാതെ. മറ്റേ വെള്ളം അടുത്ത് വെച്ചേക്കണം. കാരണം തീ കൂടിയാലാന്നീ ഒഴിച്ചല്ലേ. തീ ഇത് കൂട്ടിയും കുറച്ച് വിടേണ്ട സമയമുണ്ട്. കൂടിക്കഴിഞ്ഞാൽ അടിക്ക് പിടിക്കരുതല്ലോ. അത് ചിലപ്പോൾ ചില സമയത്ത് ചൂടങ്ങ് കൂടും. അപ്പോൾ അന്നേരം നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു, വെള്ളം ബക്കറ്റിൽ കൊണ്ട് വെച്ചിരിക്കും. അപ്പോൾ ആ തീ കുറച്ച് അകത്തോട്ടങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് പോകാം. പിന്നെ കണ്ണ് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. എന്തോരം പാടാണെന്നറിഞ്ഞാൽ ഇത് റെഡിയാക്കി നമ്മുടെ ലേഹ്യം പാകമാകുന്നത് വരെ ഒരുപാട് കടമ്പകൾ കടന്ന്, ഘട്ടങ്ങൾ കടന്നിട്ടാണ് ഇത് ലേഹ്യ കൂട്ടായിട്ട് മാറുന്നത്. സൈഡിൽ പറ്റിയിരിക്കുന്ന ഇളക്കണോ രായ? അങ്ങറ്റത്ത് ചട്ടുകം വേണോ? ഒരു 5 മണിയാകുമ്പോഴത്തേനും വരാം. കാരണം ഞാൻ പണിക്ക് പോയിരിക്കും, നമുക്ക് ഹോസ്പിറ്റലിൽ പോയിരിക്കുക. അതൊക്കെ ഞാൻ ഒരു 2 മിനിറ്റ് ഞാൻ അവിടെ വിളിച്ചു നോക്കട്ടെ, എപ്പോഴാണ് പോകണ്ടല്ലോ കേട്ടോ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. തെറിക്കരുത്, മാറി നിന്നോളൂ കുട്ടികളെ. വരുന്നു. പാൽക്കായൊക്കെ ഇട്ടില്ലേ? പാൽക്കായം, നമ്മുടെ പാൽക്കായവും വെളുത്തുള്ളിയും സംഭവങ്ങളെല്ലാം ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ. ഇങ്ങോട്ട് വീണായിരുന്നില്ലയോ അന്നേരം? നമ്മുടെ കൊച്ചി ചട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ലേഹ്യം റെഡിയായി കൊണ്ട് ഇരിക്കുകയാണ് കുട്ടികളെ. ഓരോ സംഭവങ്ങളും ഇപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇത് മുറുകി വരുന്ന സമയത്താണ് ഓരോന്നോരോന്ന് ഒഴിക്കുകയാണേ. കമ്മീഷൻ കൂട്ടാനുള്ള പരിപാടിയാണ്. കമ്മീഷൻ കൂട്ടുന്നത് എന്നോട് ഞാൻ ആവില്ല. എൻ്റെ 2 പേരുണ്ട് പാക്കർമാര്, അറിയത്തില്ലേ? നമ്മുടെ രായൻ പെയിന്റർ മാത്രമല്ല, നല്ല സൂപ്പർ ബ്രോക്കറും കൂടെ കേട്ടോ. വസ്തു കച്ചവടം, എന്തൊക്കെയുണ്ട്, കല്യാണക്കോള് എല്ലാം ഉണ്ട് കേട്ടോ. സകല കലാവല്ലഭനാണ് ആള്. പിന്നെ സെലിംകുമാർ പറഞ്ഞ പോലെ ലുക്കില്ലെന്നേ ഉള്ളു. കണ്ടാൽ ലുക്കില്ലെന്നേ ഉള്ളു. 1.5 മുതലാത്. അല്ലാഹുവേ, അതെ, വീട്ടിൽ വന്ന് നോക്കണം. പക്ഷെ ഇത് വീട്ടിൽ ചെന്ന് നോക്കിയാൽ ഓടൂല്ലേ?
ശരി. ആശാവർക്കർമാരെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു വന്നേക്കുവാ. അതെ, മൈക്ക് ലൂക്കിന് കൈമാറി. നമ്മുടെ ലൂക്ക് തണ്ട് എടുത്തിട്ടുണ്ട്. ലൂക്ക് എന്നും ബനിയനൊക്കെ ഊരിയിട്ടിട്ട് സ്റ്റിൽ ബോഡിയും കാണിച്ചിട്ടാണ് നിൽക്കുന്നത്. കഷ്ടം. ക്ഷീണിച്ചു അല്ല അച്ഛാ? അച്ഛൻ ഒത്തിരി ക്ഷീണിച്ചു. ആ അല്ലല്ല അച്ഛാ, കയ്യിൽ ഇപ്പം ശരിയാവണം. ആർക്കച്ചാനോ രായനോ? കണ്ടാ പറയത്തില്ല, ഇപ്പോഴും 18. എനിക്ക് വയ്യ. 60 വയസ്സിന്. ഓ, സീനിയർ സിറ്റിസൺ ആണല്ലോ അല്ലയോ? ഓക്കെ. അച്ഛന് പെൻഷൻ കിട്ടുന്നുണ്ടോ? ഉണ്ടോ? പൊട്ടിത്തെറിക്കുന്നുണ്ടേ, ദേഹത്ത് വീഴല്ലേ. വീണാൽ അവിടവും കൊണ്ടേ പോകൂ. അത് സൂക്ഷിച്ചാൽ മതി. അയ്യോ, ഞങ്ങൾക്ക് എത്രയോ തവണ ഇത് പൊട്ടിത്തെറിക്കുമ്പോഴേ അറിയാതെ നമ്മൾ അടുത്ത് ചെന്ന് നിൽക്കുമല്ലോ. ഇത് കാണാനായിട്ട് ചെന്ന് നിൽക്കുമല്ലോ. എൻ്റെ പൊന്നോ, ആദ്യമൊക്കെ രാവിലെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പിന്നീട് രായൻ മുണ്ടൊക്കെ തട്ടൊക്കെ അഴിച്ചിട്ടിട്ട് ബഹുമാന പുരസരം ഒന്ന് നാമിച്ചൊക്കെ നിൽക്കത്തുള്ളൂ. എനിക്ക് വയ്യ. അച്ഛാ, അടികൂട്ടികളൊക്കെ അച്ഛാ നടുക്ക്. ആ തുടങ്ങുവാന്നോ? ആ നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാസാത്തി എങ്ങനെ ഇളക്കുകയാണ്. ഇതാ മടങ്ങി മടങ്ങി വീഴണം കണ്ടാ. ഇച്ചിരി ഒന്ന് കോരിക്കരേ. ഇച്ചിരി കൂടെ വരണം അല്ലേ, ശക്കലം കൂടെ. നമ്മുടെ അച്ചായൻ തളന്ന് കുഴഞ്ഞ് മാറിയിരിക്കുകയാണ്. ഇവിടെ കോരാനുള്ള പാത്രങ്ങളൊക്കെ ദാണ്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ട, സ്പൂണുകൾ, കോരാനുള്ള പാത്രങ്ങൾ എല്ലാം റെഡി മണി. ഇത് കുറുകി വരാൻ തുടങ്ങുമ്പോൾ മുതൽ നമ്മൾ ബാക്കി എല്ലാം അടുപ്പിച്ച് വെക്കണം. ഇത് കൊണ്ടു ചെന്ന് വെക്കേണ്ട സംഭവങ്ങൾ അവിടെ എല്ലാം തൂത്ത് റെഡിയാക്കി ബൈൻഡൊക്കെ കൊണ്ടു ചെന്നിട്ട് റെഡിയാക്കി വെക്കണം. എല്ലാം കഴുകിതാ വെച്ചിരിക്കുന്നു. നല്ല വെയിലുണ്ട്, നല്ല സൂപ്പർ വെയില്. ഇവിടെ അച്ചാൻകുട്ടനുണ്ടാണ്ട് ലാസ്റ്റ് ആവുമ്പോ ഭയങ്കര കട്ടിയാ കേട്ടോ, ഇളക്കാൻ ഇച്ചിരി പാടാ. ആദ്യത്തെ ആവേശമൊന്നും നമുക്ക് ലാസ്റ്റ് കിട്ടത്തില്ല അല്ലേ അച്ഛാ? ചിരിക്കുന്നു. അതെ, എൻ്റെ പൊന്നു മക്കളെ, 18 പാടും പെട്ടിട്ടാണ് ഈ ഒരു കൂട്ട് ലേഖ്യം റെഡിയാക്കി. എത്ര ദിവസത്തെ ഇല്ലയോ അച്ഛാ? എത്ര പേരുടെ കഷ്ടപ്പാടിന്റെ ഫലമാണെന്നറിയാമോ ഈ ഒരൊറ്റ കൂട്ട്? എന്താരേ? ആ, തീ ഉണ്ട് ആവശ്യത്തിന്. ഇനി തീ വേണ്ട അച്ഛാ. ഒരു ശകലം ഒന്ന് കോരിക്ക അച്ഛാ. ഒന്ന് കോരി ഒന്ന് കാണിച്ച്. ഒന്ന് മുറിഞ്ഞ് ആയിട്ടില്ല. കുറച്ചും കൂടെ വരണം. ആ ചൂട് മതി, നല്ല ചൂടുണ്ട്. എന്താച്ചാ ഒരു അരമണിക്കൂറും കൂടെ. അതെ, ഒരു അരമണിക്കൂറും കൂടെ എടുത്താൽ റെഡി മണി മുണ്ടക്കയം. യെസ് കോരിക്കേ. ആയി സൂപ്പർ. അടുപ്പിൽ നിന്ന് കോരി ഇറക്കി വെച്ചു. ഇളക്കാണ്. ഇത് കോരുകയാണ്. രായ കോരിക്കോ. അടുപ്പിച്ച് ഇങ്ങോട്ട് വെക്കും. യെസ്. ആ പാത്രങ്ങളിലേക്ക് കാല് മാറ്റി വെക്ക് അവിടുന്ന്. ചായ ആ
തിളച്ച് മറിഞ്ഞു കിടക്കുക. വാ മാറിക്കോ വരാ ഞാൻ. ഇവിടെ കൊണ്ട് വെച്ചില്ല. അതിവിടെ പെയിന്റ് അടി സമയത്ത് രായൻ എടുത്ത് കളഞ്ഞത്. ആ ബ്ലേഡ് ആണല്ലേ? അതുണ്ടെങ്കിലേ നമുക്ക് പെട്ടെന്ന് അത് എളുപ്പമായിരുന്നു സത്യം പറഞ്ഞു. ഇല്ലേ, രായനും ചട്ടുകമാ എളുപ്പം. അത് പോയി നമ്മുടെ ഈ ഉരുളി കടിക്കുന്ന ഇതുണ്ടല്ലോ, ഇത് ഭയങ്കര ടേസ്റ്റാ മക്കളെ. ഇത് മാത്രം ചോദിക്കുന്നുണ്ട്. എൻ്റെ റുക്കൂനൊക്കെ ഭയങ്കര ഇഷ്ടമായി ഈ സംഭവം. എന്താ ഉരുളി വടിക്കുന്ന ഇത്. ചിലർ പറയും ഉരുളി വടിക്കുന്നെങ്കിലും ഇച്ചിരി ഇതാന്ന് പറയും കേട്ടോ. എൻ്റെ കയ്യിലൊക്കെ ലേഹ്യമാണ് കേട്ടോ, അല്ലാതെ ലേഹ്യത്തിൻ്റെ കറയാണ്. അപ്പോൾ എല്ലാം ചൂടോടെ കോരി മാറ്റി വെച്ചു. ഊമക്കുട്ടി ചോറും കറികളും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അവർക്ക് ചോറൊക്കെ കൊടുത്തിട്ട് വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളുടെ 3.5-4 മണിക്കൂറത്തെ പ്രയത്നമാണ്. എങ്കിലും നല്ല ടേസ്റ്റായത്. ഇങ്ങനൊരു സംഭവം ഇവിടെ നടന്നതാന്ന് തോന്നുന്നു. എല്ലാം റെഡിയാക്കി, അത് പുകയാതിരിക്കാൻ വേണ്ടി ചാരമെല്ലാം കൂടെ തടുത്ത് കൂട്ടി റെഡിയാക്കി ഇട്ട് കണ്ട. ഇവിടെ എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി സംഭവം കഴിഞ്ഞു. അച്ചായനായാലും രായനായാലും ഉമയായാലും രാജൻ്റെ മകനായാലും എല്ലാം നമ്മളോട് നല്ല ആത്മാർത്ഥതയോടുകൂടിയാണ് നിൽക്കുന്നത്. തണുക്കാനായിട്ട് ഇതാ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണേ. ഇത് നമ്മുടെ ചട്ടിയൊക്കെ വടിച്ചതാണ് കേട്ടോ. ഇതാണ് ഏറ്റവും ടേസ്റ്റ് സംഭവം. ഞാനതിനെന്ത് ചെയ്യുമെന്ന് അറിഞ്ഞോ, ഓരോ കുപ്പിക്കകത്തും കോരുന്ന സമയത്ത് അതിലെ ഓരോ സ്പൂണും കൂടി ഇടും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു സംഭവം. ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാം. എന്താ ലാസ്റ്റത്തെ ലേഹ്യമൊക്കെ കോരി വന്നപ്പോഴത്തേക്കും നമ്മുടെ ഉമ്മക്കുട്ടി ചോറും കറികളും എല്ലാം റെഡിയാക്കി അവർക്ക് ഫുഡ് കൊടുക്കാനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ അച്ചായനും രായനും കൂടി പാത്രങ്ങളെല്ലാം കഴുകി. അവർ എപ്പം നമ്മൾ ലേഹ്യം ഉണ്ടാക്കിയാലും അങ്ങനെ തന്നെയാണ്. വന്ന് കഴിഞ്ഞാൽ അവർ നമുക്കൊന്നും അറിയണ്ട, എല്ലാവരും അറിഞ്ഞ് ചെയ്തോളൂ എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു പ്രചോദനം പോലും ഇവർ നമ്മളോടൊപ്പം നിൽക്കുന്നതാണ് കേട്ടോ. ഇവിടെ നമ്മൾ തൊഴിലാളിയെന്നോ മുതലാളിയെന്നോ അങ്ങനെയുള്ള യാതൊന്നുമില്ല. ഞങ്ങൾ ഒന്നായിട്ട് നിന്നിട്ടുള്ള ഒരു പിന്നെ കൂട്ടായ ഒരു പിന്നെ പ്രയത്നമാണ്. അങ്ങനെ നമ്മുടെ പാക്കിങ് കുപ്പിയിലെല്ലാം നിറച്ചു. ഇനി അതെല്ലാം കാർട്ടൻ്റെ അകത്തേക്ക് ആക്കിയിട്ട് ഒന്ന് പാക്ക് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ മധുചേട്ടനും വന്നിട്ടുണ്ട്. അബ്ദുൽ മജീദ്. ഇതെല്ലാം 3-ൻ്റെയാണേ. അഡ്രസ്സ് ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ലൗലി ലൂയിസ്. ഇവർ ഓസ്ട്രേലിയക്ക് കൊണ്ടുപോകാനാണ് ഇത് കേട്ടോ. ഓസ്ട്രേലിയക്ക് പോകുമ്പോൾ 5 കിലോ കൊണ്ടുപോയവരാണ്. ഇപ്പോൾ വന്നിട്ടുണ്ട് വീണ്ടും കൊണ്ടുപോകാനായിട്ടാണ്. 4 കിലോ അവർക്കും 1 കിലോ അവരുടെ അമ്മയ്ക്കും. അങ്ങനെ 5 കിലോ ഇപ്പോഴും ബുക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ലൗലി ലൂയിസ് കണ്ട. അങ്ങനെ നമ്മുടെ 2-ൻ്റെത് വേറെ സെപ്പറേറ്റ് ഇങ്ങനെ അടുക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം 2-ൻ്റെതാണ്. 2, 4, 7, 3, 1, 1-ൻ്റെത് വേണ്ട. ഒന്നെല്ലാം ഇങ്ങോട്ടിഞ്ഞ് മാറ്റി. അതെല്ലാം ഒന്നാണ് ഇനി ഒട്ടിക്കാൻ കിടക്കുന്നു. ലിൻഡ ജോൺസൺ, ഐഷാബി KS. അഡ്രസ്സൊക്കെ ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെ. പിന്നെ ഇനി ഒട്ടിക്കാനുണ്ട്. 3-ൻ്റെ തന്നെ ഇനിയും ഒട്ടിക്കാൻ കിടക്കുന്നു. അപ്പോൾ അതാ നമ്മുടെ പാക്കിങ് റെഡിയായി. സാധനം എല്ലാം ഒത്തു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അഡ്രസ്സ് കാര്യങ്ങളെല്ലാം.
നമ്മുടെ ഈ ഒരു ചെറിയ സംരംഭം കൊണ്ട് 17 വിഭാഗത്തിലുള്ള ആൾക്കാർക്കാണ് ജോലി. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ഒരാൾ വിചാരിച്ചാൽ നമ്മുടെ ഒപ്പം കുറച്ച് പേര് കൂടി നമുക്ക് ശക്തിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ മരുന്ന് മലയാളികൾ ഏതെല്ലാം രാജ്യങ്ങളിൽ എത്തപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ഇവിടെ നിന്നും പോകുന്നവർ വിദേശ രാജ്യങ്ങളിലേക്ക്, ഗൾഫ് കൺട്രീസിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. കേരളത്തിനകത്തും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്കും നമുക്ക് കൊറിയർ സർവീസും ഉണ്ട്. നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.